ഓടിയാല ഓടിയ ഓടി. എന്താടാ? ഒന്നുമില്ല. ഞാൻ ചിലപ്പോൾ സ്വർണം മോഷ്ടിക്കും, പിടിച്ചു പറിക്കും, എന്നിട്ടത് വിൽക്കും, ചിലപ്പോൾ പണയം വെക്കും. അതിന് നിനക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? ഞങ്ങൾക്ക് സന്തോഷമല്ലേ? അണ്ണൻ പറയണ പിടിച്ചു പറിച്ചു. വാടാ. എന്താടാ അണ്ണൻ ആ സ്വർണം പണയം വെച്ചതിൽ നിങ്ങൾക്ക് എന്താടാ എത്ര ചൊറിച്ചില്? ഞങ്ങൾക്ക് എന്നാ ചൊറിച്ചില്? ഞങ്ങൾക്ക് സന്തോഷമല്ലേ? സന്തോഷമായിട്ടാണോ നീയൊക്കെ ഷെർലീനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്? അയ്യോ, ഞങ്ങളാ ഭീഷണിപ്പെടുത്തിയല്ല. അണ്ണൻ സ്വർണം പണയം വെച്ചിട്ടുണ്ടല്ലോ, അതൊരു നല്ല കാര്യമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാ കേട്ടോ, ഇനി ഇതുപോലുള്ള പല നല്ല കാര്യം ഞാൻ ചെയ്യും. ചെയ്യണം. അതൊന്നും ചെയ്യാൻ രണ്ടുപേരും വരണ്ട. വരില്ല. മനസ്സിലായോ? അണ്ണൻ ഇഷ്ടമല്ലേ വരികയില്ല. നീയൊക്കെ എന്റെ ഇടി കൊണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇഷ്ടം പോലെ ഒരുപാട് ഇടി കൊണ്ടിട്ടുള്ളതല്ലേ. ഇനി നെതന്യാഹുവിന്റെ ഇടി കൊള്ളണം. എന്തിനാ? അണ്ണന്റെ ഇടി ഉണ്ടല്ലോ, പിന്നെ ഈ ഇടിയുടെ ആവശ്യമുണ്ടോ? ഇനി കൂടുതൽ കളിച്ച നിന്റെയൊക്കെ വീടായ പാലും ചവിട്ടിടിക്കും. അതിന്റെ അടിയിട്ട് നിന്നെയൊക്കെ മൂടും കേട്ടോ. ഒരാവശ്യമില്ല അതിന്റെ. ഇടിപ്പിക്കുമല്ല. ഇവിടെ ഒരുത്തം വന്നിരുന്നിട്ട് അവൻ മൈൻഡും ചെയ്യുന്നില്ല. ഒറ്റ ഒരെണ്ണം അവൻ്റെ മോന്തക്കിട്ട് കൊടുത്താലോ. ഒരാളിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. വന്ന കാര്യം പറഞ്ഞിട്ട് പോണേ. വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. എനിക്ക് വളച്ചു കെട്ടി പറഞ്ഞ ശീലമില്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആന്റണി ബ്ലിങ്കൻ 10 പവൻ്റെ ഒരു മാല ഇവിടെ പണം വെച്ചിരുന്നോ? വച്ചിരുന്നു. ഇതൊരു മോഷണ മുതലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ? അത് ഗണിച്ചറിയാൻ ഞാനൊരു ജ്യോതിഷിയല്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ആ മാല എവിടെയുണ്ട്? അതൊരു തേർഡ് പാർട്ടിയോട് പറയേണ്ട ഒരു കാര്യമില്ല. ബാങ്കിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അതെനിക്കും തോന്നി. വല്ലപ്പഴ പല്ല് തേപ്പും കുളിയൊക്കെ വേണം, അല്ലെങ്കിൽ നാറും. ഓഹോ, എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യാഘാതം നേരിടാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ഞാൻ വെറും ഉണ്ടാക്കലല്ല, ഈ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവാ. മനസ്സിലായണ? ഇത് നിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയല്ല, ബാങ്കാ. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇറങ്ങി പോടാ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. പോടാ, ഇറങ്ങി. നീ പോടാ അവിടുന്ന്. ഈ മാല ഇവിടെ ഇല്ലെന്നുള്ള കാര്യം ഇവനെങ്ങനെ അറിഞ്ഞു? ഇനി മെമ്പറും ഇവനും തമ്മിൽ എന്തെങ്കിലും അവിഹിതം? അങ്ങനെ വരികയല്ല. ചിലപ്പോൾ നെർക്കൊലി കാലം കിടക്കും കേട്ടോ. ചുമ്മാ പേടിപ്പിക്കലടാ. അല്ലേട്ടൻ ഇവിടെ വരാൻ പറഞ്ഞാടാ. ഇവിടെ കാണണമെന്ന് പറഞ്ഞ കാര്യം എന്നാ? ചിലപ്പോൾ മറ്റേ മാലയുടെ കാര്യം സൂയിപ്പാക്കാനായിരിക്കും. അത് സൂയിപ്പാക്കി കാണുമോ? സൂയിപ്പാക്കി കാണും. അത് ചിലപ്പോൾ സൂയിപ്പാക്കി കാണും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആന്റണി ബ്ലിങ്കനും 15 ദിവസം ജയിലിൽ സൂയിപ്പാവും. ഉണ്ടേ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കിടക്കും. ഇതാര് ചാർലിയാ? പുതിയ കമ്പനിയൊക്കെ തുടങ്ങിയെന്ന് അറിയാറുന്നല്ലോ. എന്നാ ഉദ്ഘാടനം? അടുത്ത ആഴ്ചയാണോ? എന്നിട്ട് നമ്മളെയൊന്നും വിളിച്ചില്ല കേട്ടാ. അറിയിക്കാം. ആണോ? അല്ലേട്ടാ, ഇവിടെ വരാൻ പറഞ്ഞ മറ്റേ മാലയുടെ കാര്യം വല്ല റെഡി ആയാ? മാലയുടെ കാര്യം മൊത്തം ഉടായിപ്പാടാ. ഞാൻ ബാങ്കിൽ കയറി പ്രസിഡന്റുമായിട്ട് പൊട്ടിത്തു. എന്നിട്ട് അയാളോട് പറഞ്ഞ് കടക്ക് പുറത്തുനിന്നു. എന്നിട്ട് അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ 1 മണിക്കൂർ സമയം ബാങ്ക് ഞാനാടാ നിയന്ത്രിച്ചേ. ഇതാണ് പവർ. എന്റെ അനിലേട്ടാ, ഈ പവർ പോരാ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം? ഇടിക്കാൻ പറ്റൂ? പിന്നെ എന്നെ ഇടിക്കാല്ല. എടാ, എന്നെ അല്ല, വേറൊരാളെ. ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെ ഇടിക്കണ്ടേ? പിന്നെ ഇടിക്കേണ്ട ആളെ ഞാൻ ഈ പോക്കറ്റ് വെച്ചിരിക്കല്ലേ.
എടാ അവനെ ഇടിക്കണം. ആരിടിക്കണം? പഞ്ചായത്ത് പ്രസിഡന്റ്. പണിപാളി അതെ, ഞങ്ങളുടെ അമ്മായി പറഞ്ഞിരിക്കുന്നത് ഈ 55 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാരെ ഇടിക്കരുതെന്നാണ്, ദോഷം കിട്ടും. നിന്റെ അമ്മായി, ഇവന്റെ ചിറ്റപ്പനും പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ അമ്മായി നിന്റെ ചിറ്റപ്പനും കുടുംബക്കാരാണ്. രക്തബന്ധം. എടാ വേട്ടാറുമാരെ ദേഹത്ത് മുഴുവൻ കരിയോയിലും വാരി തേച്ച് മുഖത്തിങ്ങനെ മുഖംപൊടിയും വെച്ചിട്ട് പോയി ഇടിച്ചാ ഒരു മനുഷ്യൻ നിങ്ങൾ രണ്ടുപേരും തിരിച്ചറിയാല. അല്ലെ അനിലേട്ടൻ്റെ വീട്ടിലെ ആരെങ്കിലും 55 വയസ്സ് കഴിഞ്ഞവരെ ഇടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലേ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഈ അനിലേട്ടൻ തന്നെ ഉണ്ടല്ലോ, ഒരു മുഖംമൂടി വെച്ച് കെട്ടി ദേഹത്ത് മൊത്തം എണ്ണയും വാരി തേച്ച് ഈ പ്രസിഡന്റിന് പോയി ഇടിച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് കൊള്ളാം. കരിയോയിൽ ഞാൻ വാരി തേക്കണം, മുഖം മൂടി ഇവിടെ വെക്കണം, അതെ, എന്നിട്ട് അവന്മാരെ പോയി ഇടിക്കണം. ഓക്കെ ഓക്കെ. മാലയുടെ കേസ് റെഡിയാക്കണം. അത് റെഡിയാക്കി തരാം. മറ്റവന്റെ പേരെന്നാ? ബ്ലിങ്കൻ. ബ്ലിങ്കനെ 15 ദിവസം ജയിലിൽ അതിൽ കൂടുതലായിട്ട് ഓക്കെ ഓക്കെ റെഡിയാക്കി. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാവില്ല, ഈ പാടത്ത് തന്നെ, ഇവിടെ തന്നെ. നിങ്ങളല്ലാതെ ഈ പോകന്മാർ വാക്ക് കേൾക്കുമോ? വെറുതെ പണി മെനക്കേടാന്നേ. നീ വണ്ടി പിടി ചാർലി. എന്താ ആൻ്റണി എല്ലാവരും കൂടി? അതെ പ്രസിഡന്റ്, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു 10 പവൻ്റെ സ്വർണ്ണമാല ഇവിടെ കൊണ്ട് പണയം വെച്ചില്ലായിരുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാ. അത് ലേലത്തിൽ പോയെന്ന് ആൻ്റണിക്ക് അറിയില്ലേ? അത് പ്രസിഡന്റ് തന്നെയല്ലേ ലേലത്തിൽ പിടിച്ചത്, പിന്നെ അത് തിരിച്ചു തരുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അതെ, ഞങ്ങൾ ഒരു 5 ലക്ഷം രൂപ വരെ തരാൻ തയ്യാറാണ്. അതെ. എന്റെ സാധനത്തിന് നിങ്ങളാണോ വില നിശ്ചയിക്കുന്നത്? എന്ത് വർത്താന പ്രസിഡന്റ് പറയുന്നത്? ആദ്യം അത് എന്റെ സാധനം അല്ലായിരുന്നു, അത് കഴിഞ്ഞല്ലേ പ്രസിഡന്റ് സാധനം ആയത്. പിന്നെ അത് എന്റെ സാധനം നിന്റെ സാധനം എന്ന് പറഞ്ഞ് വേർതിരിച്ച് ഈ സാധനം കാണേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല, ഒരു 6 വരെയും തരാം. തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. എന്നാ പ്രസിഡന്റ് അഴിയെണ്ണാൻ തയ്യാറായിക്കോ. ഇവനെന്തിനാ പ്രസിഡന്റിനെ കൊണ്ട് അരി എണ്ണിക്കണേ? അരിയല്ല, അഴി എണ്ണാൻ തയ്യാറായിക്കോളാൻ. ഇതെന്താ ഭീഷണിയാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് കാണാം. ഭീഷണി അല്ല പ്രസിഡന്റെ, ആ മാല സ്വർണ്ണമല്ല, മുക്കുപണ്ടവാ. മുക്കുകൊണ്ടോ? നിങ്ങൾ നുണ പറയാൻ ശ്രമിക്കരുത് കേട്ടോ. എന്റെ പ്രസിഡന്റെ, സംശയം ഉണ്ടെങ്കിൽ ആ മാല എടുത്തൊന്ന് ഉരച്ചു നോക്ക്. അതെ, ഞാനത് പണയം വെക്കാൻ വന്നപ്പോൾ പ്രസിഡന്റ് ഉരച്ചു നോക്കിയായിരുന്നു. ചുമ്മാ പാൻ കറങ്ങണം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഓർത്ത് നോക്കൂ, ഉരച്ചില്ല. ഇല്ല പ്രസിഡന്റ്, ഉരച്ചില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണോ? പിന്നല്ലാതെ ഒന്ന് പറഞ്ഞു. ചതിച്ചല്ലോ ദൈവമേ. എന്ത് പറ്റി പ്രസിഡന്റ്? ഞാനത് നമ്മുടെ 3-ാം വാർഡ് മെമ്പർക്ക് പണയം വയ്ക്കാൻ കൊടുത്തു. അവരെ വിളിക്കുന്ന പെട്ടെന്ന് വിളിക്കാണെന്ന് പറ. അവരെവിടെങ്കിലും വാങ്ങിക്കൊണ്ട പണയം വെക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എല്ലാവരും ആലോചിച്ചിരിക്കണ്ട, അങ്ങോട്ട് വിളിക്കാൻ. കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. അവരെ വേറെ നമ്പറുണ്ട്, അതിൽ വിളി. ഇല്ലല്ലോ, പരിധിക്ക് പുറത്താ കാണിക്കുന്നത്. എടാ, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. മെമ്പറെ, അവരെ പോയി തപ്പാൻ നോക്ക്. നിങ്ങൾ കൂടി ചെല്ലും. ഞങ്ങൾ ഇല്ലേ പരിപാടി നടക്കില്ല, ആകെ പ്രശ്നവും. കുറച്ചുകൂടെ കഴിയുമ്പം അവിടെ ഇടത് സൈഡിലോട്ടൊരു ബാങ്കുണ്ട്. അവിടെ ബാങ്കിന്റെ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റും, പല സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടല്ലേ നമ്മളെ ഓടി നടക്കും. അതെ അതെ അതെ. തലവേദന ഞങ്ങൾ നോക്കുന്നുണ്ട്. സുഖമായിട്ടൊരു ഭാഗം ഇവിടെ വെക്കിയല്ലേ പിന്നെ. ഇല്ല അവിടെ 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 നോക്കി. അത് ബാങ്കല്ലടാ, അത് ബാറാണ്.
എന്റെ ബലമായ സംശയം എന്താണെന്നറിയോ? സംഭവം പോലീസ് പിടിച്ചിട്ടുണ്ട് ഇവര്. അതന്നെ. എടാ, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ? ഓ, അങ്ങനെയാണെങ്കിൽ പിടിച്ചത് പോലീസ് ആയിരിക്കില്ല, ഇന്റലിജൻസ് ആയിരിക്കും. അങ്ങനെയാണ് പ്രസിഡന്റ് അനങ്ങാനേ പറ്റത്തില്ല. GPS ഘടിപ്പിച്ചിരിക്കുക. എവിടാ? എവിടെയെന്നാ അതവിടെ ചെല്ലുമ്പോൾ അവർ കാണിച്ചു തരും. പ്രസിഡന്റെ ഇങ്ങനെയുള്ള കേസൊക്കെ അന്വേഷിക്കുന്ന ഇന്റലിജൻസ് അല്ലേ? ഈ പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ ഫാനായിട്ട് നോക്കിയിരിക്കണേ എന്തിനാ? അതെ, ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ എന്താ ചെയ്യണത്? എന്തായാലും പ്രസിഡന്റ് ജയിലിൽ പോകും ഉറപ്പാ. ഇനിയിപ്പം ജയിലിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ശരിയാക്കി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അണ്ണാ നടയടി ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. നടയടിയോ? അത് കൊള്ളാം. അത് ഞാൻ ആ ചേതൻ ശർമ്മേനെ വിളിച്ച് സെറ്റ് ചെയ്യാം. അവനാകുമ്പോൾ 500 രൂപയും ഒരു ജവാന്റെ ഫുള്ളും കൊടുത്താൽ ആ കാര്യം സെറ്റ് ചെയ്ത് തരും. നടയടിയുടെ കാര്യത്തിൽ ഓക്കെ. എടാ, ഈ പണിയെടുക്കാണ്ട് എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുമോ? പണിയെടുക്കാതെ നിൽക്കാൻ പറ്റത്തില്ല, ജയിലിൽ നല്ല പണിയെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിലേ നമ്മുടെ പ്രസിഡന്റ് അല്ലടാ, ഒരു എളുപ്പമുള്ള എന്തെങ്കിലും ഒരു പണി ജയിലിൽ. ഉണ്ടുണ്ട്. മുടിവെട്ടാണേ വലിയ കുഴപ്പമില്ല. അത് കറക്റ്റ്. പ്രസിഡന്റ് മുടിവെട്ടാൻ അറിയാവോ? ഇല്ല. ഇല്ല. ഇതൊക്കെ പഠിച്ചിരിക്കണ്ടേ? എപ്പോഴാ ഒരു ആവശ്യം വന്നും പറയാൻ പറ്റില്ല. അല്ലാണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഫുഡ്. പ്രസിഡന്റ് പഴയ പോലെ ഉണ്ടോ വെള്ളമൊന്നും അല്ല. ചിക്കൻ, മട്ടൻ, ബീഫ്, മുട്ട, പിന്നെ ഇതൊക്കെ 1-2 ദിവസങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ആഴ്ച ഒരു ദിവസം നിർത്തണ ഒന്ന്. കുറെ നേരമായി ഒരു പാവ മനുഷ്യനിട്ട് കളിയാക്കാൻ തുടങ്ങിയിട്ട്. പ്രസിഡന്റിനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും പിടിക്കും. ഞങ്ങളെങ്ങനെ പിടിക്കും? ആയതുമ്പോ ഞങ്ങൾ ബോംബെയിലേക്ക് മുങ്ങിയല്ലേ? നിന്നെ ഞാൻ പിടിച്ചു കൊടുക്കും. ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കുമ്പോഴാ ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ഇതവളാ? എന്നാ അവളുടെ ഫോണിൽ നിന്ന് ഇന്റലിജൻസ് അടിക്കും. എന്നാ വേഗം എടുക്ക്. ഈ മണ്ടന്മാര് പറയുന്നത് കേട്ട് ഫോൺ എടുക്കാതിരിക്കണ്ട. അത് മെമ്പറായിരിക്കും. പ്രസിഡന്റ് ധൈര്യമായിട്ട് എടുക്ക്. ഹലോ, കള്ള, നിന്നെ പോലീസ് പിടിച്ചായിരുന്നോ? എന്തിനാ പോലീസ് പിടിക്കുന്നേ? ഞാൻ ഹെൽമെറ്റ് വെച്ചല്ലേ വണ്ടി ഓടിക്കാറുള്ളൂ. അതങ്ങനെ തന്നെ വേണം. മാല അത് പണയം വെച്ചു. എവിടെ? സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പട്ടണക്കാട്. അവിടുത്തെ സെക്രട്ടറി സുമി എന്റെ ഫ്രണ്ടാണ്. ആ കള്ള 3:30 കിട്ടി. 10-ാം തീയതി തന്നെ തിരിച്ചു തരാം കേട്ടോ. എന്ത് പറ്റി പ്രസിഡന്റ്? അവളാ മാല സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ചെന്ന്. 3.5 ലക്ഷം രൂപയും കിട്ടിയെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ആ മാല അവിടെ തന്നെ ഇരിക്കട്ടെ. പൈസ റെഡിയാകുമ്പോൾ നമുക്ക് പോയി അത് തിരിച്ചെടുക്കാം. അതുപോരെ? എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാന്നേ. അത് മതി. അതുപോരെ? ഇനിയെങ്കിലും ഒന്ന് ചിരിക്കും പ്രസിഡന്റ്.